ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളിൽ വിശ്വാസമർപ്പിച്ച് പ്രാദേശികതയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കലും ഭരണഘടനാ ചുമതലകളിൽ നിന്ന് പിന്മാറില്ലെന്നും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വിവേചനം കാണിക്കില്ലെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലഹരിമുക്ത കേരളത്തിനായി ഒറ്റക്കെട്ടായി പോരാടുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ജംഷഡ്പൂർ FCയെ പരാജയപ്പെടുത്തി ഡയമണ്ട് ഹാർബർ FC സെമി ഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളിൽ വിശ്വാസമർപ്പിച്ച് അവ വാങ്ങാനും പ്രാദേശികതയ്ക്കായുള്ള ശബ്ദത്തെ പിന്തുണയ്ക്കാനും ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 11,000 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ രാജ്യത്തുടനീളമുള്ള പൌരന്മാർക്ക് ഇരട്ടി ആനുകൂല്യങ്ങൾ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുക എന്ന നയമാണ് എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതിന്റെയും അടിസ്ഥാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കലും ഭരണഘടനാ ചുമതലകളിൽ നിന്ന് പിന്മാറില്ലെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങൾക്ക് മുന്നിൽ തുല്യരാണെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ന്യൂഡൽഹിയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എല്ലാ വിഭാഗങ്ങളിലെയും വോട്ടർമാർക്കൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർഭയമായി നിൽക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികളിൽ 1 കോടിയിലേറെ ജീവനക്കാർ, 10 ലക്ഷത്തിലേറെ ബൂത്ത് തല ഏജന്റുമാർ, 20 ലക്ഷത്തിലേറെ പോളിംഗ് ഏജന്റുമാർ എന്നിവർ അധ്വാനിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇത്രയധികം ആളുകളുടെ കൺമുന്നിൽ വെച്ച് ആർക്കെങ്കിലും വോട്ട് മോഷണം നടത്താനാകുമോ എന്നും കമ്മീഷൻ ചോദിച്ചു. 1 करोड़ से भी अधिक कर्मचारी, 10 लाख से भी अधिक बूथ लेवल एजेंट्स, 20 लाख से भी अधिक प्रत्याशियों के पोलिंग एजेंट्स चुनाव के लिए कार्य करते हैं. इतने सारे लोगों के समक्ष इतनी पारदर्शी प्रक्रिया में क्या कोई भी मतदाता वोट की चोरी कर सकता है? വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മറവിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിലവിലെ വോട്ടർമാരെ ഒഴിവാക്കാനും പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്താനും ശ്രമം നടക്കുന്നുവെന്നാരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വോട്ടർ അവകാശ റാലിക്ക് മുന്നോടിയായി ബീഹാറിലെ സസറാമിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ സമ്മതിദാന അവകാശം മോഷ്ടിക്കപ്പെടാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിലെ വോട്ട് ക്രമക്കേടുകൾ തന്റെ പാർട്ടി നേരത്തെ പുറത്തു കൊണ്ടുവന്നതായും അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷകരുടെ വരുമാനത്തിൽ വർധന ഉണ്ടാക്കുന്നതിനുള്ള നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂരിൽ നടന്ന സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക പുരസ്കാര വിതരണവും ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഉൽപാദന, വിപണന, മൂല്യവർദ്ധിത മേഖലയിൽ ഒരുപോലെ സർക്കാർ ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായ തലസ്ഥാനമായി അറിയപ്പെടുന്ന കളമശ്ശേരിക്ക് കാർഷിക രംഗത്തും പുരോഗതി കൈവരിക്കാൻ സാധിച്ചതായി മന്ത്രി P രാജീവ്. കങ്ങരപ്പടി SNDP സ്കൂളിൽ കളമശ്ശേരി നഗരസഭയുടെ കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനായി ഫാം ടു പ്ലേറ്റ് സംവിധാനം ഈ മാസം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ലഹരിമുക്ത കേരളത്തിനായി ഒറ്റക്കെട്ടായി പോരാടുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തീരദേശ മേഖലയിലെ യുവതി യുവാക്കൾക്കുള്ള സൌജന്യ PSC പരിശീലന പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ദിശാബോധമുള്ള യുവജനങ്ങളെ വളർത്തിയെടുക്കുന്നതിലൂടെ ലഹരി ഉപയോഗത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ കൃഷിരീതികൾ നടപ്പാക്കുന്നതിനോടൊപ്പം മൂല്യവർദ്ധിത കാർഷിക ഉൽപാദനത്തിനും വിപണനത്തിനും പ്രാധാന്യം നൽകണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിപണി സാധ്യതയുണ്ടെന്നും ഈ മേഖലയിലെ യുവാക്കളുടെ പല സംരംഭങ്ങളും മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ കൃഷിഭവനുകൾ സംഘടിപ്പിച്ച കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് നെല്ലുൾപ്പെടെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മതിയായ വില നൽകാൻ സർക്കാർ ഇടപെടൽ നടത്തുന്നുണ്ടെന്നും ശ്രീ KN ബാലഗോപാൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
സപ്ലൈകോ ശബരി ബ്രാൻഡിൽ 5 പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കും. മറ്റന്നാൾ രാവിലെ എറണാകുളം ബോൾഗാട്ടി പാലസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിലിന്റെ ഫോൺ ഇൻ പ്രോഗ്രാം നാളെ. പൊതുജനങ്ങൾക്ക് മന്ത്രിയുമായി നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 വരെ സംസാരിക്കാം. ഭക്ഷ്യ പൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പിലെയും സപ്ലൈകോയിലെയും വിഷയങ്ങൾ സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാനാകും. വിളിക്കേണ്ട നമ്പർ 8943773068. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ഉൾക്കടലിലും കാലതാമസമില്ലാതെ ആശയവിനിമയം സാധ്യമാക്കുന്ന ട്രാൻസ്പോണ്ടറുകൾ മത്സ്യബന്ധന യാനങ്ങളിൽ ഘടിപ്പിക്കുന്ന നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കാലാവസ്ഥ, ചുഴലിക്കാറ്റ്, സുനാമി മുന്നറിയിപ്പുകൾ അലാറമായും പ്രാദേശിക ഭാഷയിൽ ടെക്സ്റ്റ് മെസ്സേജായും ഉൾക്കടലിലുള്ള യാനങ്ങൾക്ക് ലഭിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപകരണത്തിലെ ബട്ടൺ അമർത്തിയാൽ ബോട്ടിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരം കൺട്രോൾ സെന്ററിൽ ലഭിക്കുകയും കൺട്രോൾ സെന്ററിൽ നിന്നുള്ള മറുപടി സന്ദേശം ബോട്ടിലെ തൊഴിലാളികൾക്ക് ലഭിക്കുകയും ചെയ്യും. മലയാളം ഉൾപ്പെടെ 8 ഭാഷകളിൽ ആശയവിനിമയം നടത്താൻ സൗകര്യമുണ്ട്. 40,000 രൂപയോളം വില വരുന്ന ഈ ഉപകരണം ആദ്യഘട്ടത്തിൽ സൗജന്യമായാണ് ബോട്ടുകൾക്ക് നൽകുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ട് തുറന്നു. സ്പിൽവേ ഷട്ടറുകൾ 20 സെന്റിമീറ്ററായി ഉയർത്തിയിട്ടുണ്ട്. കരമാൻ തോട്, പനമരം പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. പ്രതികൂല കാലാവസ്ഥയിലും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. സന്നിധാനത്തെ കീഴ്ശാന്തി, പമ്പയിലെ മേൽശാന്തിമാർ എന്നിവരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതിനാലും മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാലും തീർത്ഥാടകർക്ക് പമ്പാ നദിയിൽ ഇറങ്ങുന്നതിനും സ്നാനത്തിനും വിലക്കുണ്ട്. കക്കി, ആനത്തോട്, മൂഴിയാർ എന്നീ ഡാമുകൾ തുറന്നിരിക്കുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനം ഈ മാസം 31-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. താമരശ്ശേരി ചുരം റോഡിലെ യാത്രാക്ലേശത്തിന് പരിഹാരമായാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. 2134 കോടി രൂപയാണ് പദ്ധതി ചെലവ്. തുരങ്കം പശ്ചിമഘട്ടത്തിലെ കുന്നുകൾക്കും വനങ്ങൾക്കും ഇടയിലൂടെയാണ് കടന്നുപോകുന്നത്. തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ സ്വർഗംകുന്ന് മുതൽ വയനാട്ടിലെ കള്ളാടി വരെ എത്തുന്നതാണ് തുരങ്കപാത. ഈ തുരങ്കപാത ആനക്കാംപൊയിലും മേപ്പാടിക്കുമിടയിലുള്ള ദൂരം 20 കിലോമീറ്റർ താഴെയായി കുറയ്ക്കുകയും ചെയ്യും. താമരശ്ശേരി ചുരത്തിലൂടെ സഞ്ചരിക്കാതെ വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുകയും ചെയ്യാം. തുരങ്കപാതയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കൊങ്കൺ റെയിൽവേയെ സർക്കാർ നിയമിച്ചിരുന്നു. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ഡയമണ്ട് ഹാർബർ FC സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജംഷഡ്പൂർ FCയെ 2-0 പരാജയപ്പെടുത്തിയാണ് സെമി പ്രവേശം. ഇന്ന് നടക്കുന്ന മറ്റൊരു ക്വാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 7 മണിക്കാണ് മത്സരം. കോഴിക്കോട് താമരശ്ശേരിയിൽ പനി ബാധിച്ച് മരിച്ച വിദ്യാർത്ഥിനിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ നിന്നും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേരാണ് ചികിത്സയിലുള്ളത്. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിന്റെ സർവേകളുടെ ഉദ്ഘാടനം ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരത്ത് തൈക്കാടുള്ള സർക്കാർ അതിഥി മന്ദിരത്തിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളിൽ വിശ്വാസമർപ്പിച്ച് പ്രാദേശികതയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കലും ഭരണഘടനാ ചുമതലകളിൽ നിന്ന് പിന്മാറില്ലെന്നും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വിവേചനം കാണിക്കില്ലെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലഹരിമുക്ത കേരളത്തിനായി ഒറ്റക്കെട്ടായി പോരാടുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ജംഷഡ്പൂർ FCയെ പരാജയപ്പെടുത്തി ഡയമണ്ട് ഹാർബർ FC സെമി ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.